നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ദയക്ക് ഉറപ്പില്ലാതെ അവളത് വേണ്ടെന്ന് തീരുമാനിക്കും. ദയ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ രഘുവേട്ട. ശബരിക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ ആ തീരുമാനം മാറ്റുമായിരിക്കും. ഇല്ല, എന്ത് വന്നാലും ശരി, ഈ കുഞ്ഞു വേണ്ടാന്ന് തന്നെ എന്റെ തീരുമാനം. ഉണ്ണിക്കുട്ടൻ 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. വീണ്ടും ഒരു കുഞ്ഞിനും കൂടി പ്രസവിക്കാനുള്ള മനസ്സും ആരോഗ്യം എനിക്കിപ്പോ ഇല്ല. ഞങ്ങള് പെണ്ണുങ്ങളുടെ അവസ്ഥ നിങ്ങളെ പോലുള്ള ആണുങ്ങള് മനസ്സിലാക്കണം രഘുവേട്ടാ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ദയേ. ആണുങ്ങളെന്ന് പറഞ്ഞ രാജാക്കന്മാരല്ലേ. അവര് പെണ്ണുങ്ങളെ മനസ്സിലാക്കാനും അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനും തുടങ്ങിയാലേ ആണുങ്ങളുടെ കിരീടങ്ങ് വീണു പോവും. ആ, ഇനിയിപ്പൊ അച്ഛന്റെ വകയെ നിനക്ക് കേൾക്കാൻ ദേ. ശബരിയുടെ അച്ഛനും ആണഹങ്കാരത്തിന്റെ ചൂരലും എടുത്തു വരും, ഉറപ്പാ. വരട്ടെ, ആര് വേണമെങ്കിലും വരട്ടെ. പ്രസവിക്കുന്നത് ഞാനല്ലേ. അവർക്ക് ഞാൻ വേണോ, ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞു വേണോന്ന് ഞാൻ ചോദിക്കും. ഇതിന്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു ദേ. നിന്റെ ബുദ്ധിമുട്ടും വിഷമവും നീ ആദ്യം ശബരിയോട് പറഞ്ഞിരുന്നെങ്കിൽ. അതിനെ പറ്റില്ലെന്നത് പോട്ടെ, നീ നിന്റെ ചേച്ചിമാരോട് പറഞ്ഞപ്പോ അവരത് എന്നോട് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ശബരിയോട് സംസാരിക്കുമായിരുന്നല്ലോ. രഘുവേട്ടനോട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അമ്പിളി ചേച്ചിക്കല്ലേ പറ്റൂ. അതിനിപ്പോ നിങ്ങൾ തമ്മിൽ ഉടക്കല്ലേ. ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചാലേ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല ചീരു. അങ്ങനെ ഒരു മുൻഗണനയൊന്നും ആർക്കും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കൊടുക്കണം അമ്പിളി, നീ എനിക്ക് മുൻഗണന തരണമെന്നില്ല. പക്ഷെ ഈ കാര്യത്തില് ശബരിക്ക് ദയ മുൻഗണന കൊടുത്തേ പറ്റൂ. കാരണം അവൻ കൊടുത്ത കുഞ്ഞ ഇവളുടെ വയറ്റിൽ വളരുന്നത്. അല്ല, അതും പെണ്ണിന്റെ മാത്രം കഴിവണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ അമ്പിളി? നീ ഇപ്പൊ എല്ലാ കാര്യത്തിലും എന്നെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ആ, നിനക്ക് നിന്റെ മകളുടെ അച്ഛൻ ഞാനല്ലെന്ന് പറയാൻ പറ്റുമോ? അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക് അമ്പിളി? ഉണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ അറിയാം യഥാർത്ഥ ആണഹങ്കാരം എന്താണെന്ന്. കേട്ടോ, ഓ, ഒരു കുഞ്ഞിനെ തന്ന എല്ലാം ആയല്ലോ. ചേച്ചി മതി പ്ലീസ്. ഒരാളുടെ ക്ഷമ ഒരുപാട് പരീക്ഷിക്കരുത്.